സിനിമയിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ സിനിമയെ ബാധിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളെ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഇപ്പം ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അമിക്കബിൾ അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും സാറ് പറഞ്ഞതുപോലെ രണ്ട് കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഏകദേശം ഇതിനുവേണ്ടി എത്ര സമയം ഏകദേശം എടുക്കുമായിരിക്കും? ഒരു 24 മണിക്കൂറിനുള്ളിൽ വെക്കാൻ പറ്റുമോ ഇനി പുതിയ പതിപ്പ്? അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ഞാൻ മാത്രമായിട്ട് ചെയ്യേണ്ട ഒരു എഡിറ്ററും ഒരു കൂട്ടായ ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു VFX എല്ലാം കൂടെ വരേണ്ടതാണ്. അപ്പം എങ്ങനെയാലും ഒരു 24 അവേഴ്സിനകത്ത് ഒരു ഡേ ഓഫ് ടുമോറോ നമുക്ക് റീസെൻസ് കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. രംഗത്തിലൊക്കെ മ്യൂട്ട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ? എങ്ങനെ വിചാരണ രംഗത്തിലല്ലേ മ്യൂട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്? ഇപ്പോൾ അത് ബുദ്ധിമുട്ടാകുമോ? രണ്ട് സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ഡിമാൻഡ് CBSയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞത് സീനുകൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാധ്യമല്ല എന്ന് പ്രൊഡക്ഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ കൂടെ തന്നെ നിന്ന് ആ സീനിൻ്റെ എത്രത്തോളം ആവശ്യകത സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കി പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് പറ്റില്ല എന്നൊരു തീരുമാനം എടുത്തു. വളരെ വിചിത്രമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് രാവിലെ കൊടുത്ത അഫിഡവിറ്റിൽ വെച്ചിട്ട്. താങ്കൾക്ക് അത് കണ്ടിട്ട് എന്ത് തോന്നി? സാറ് പറഞ്ഞതുപോലെ അത് മെറിറ്റിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള വിഷയമാണ്. അത് കണ്ടെന്ന് തോന്നുന്നു ചെയ്യുന്നില്ലേ, വായിച്ചിരുന്നെന്ന് തോന്നില്ലേ? അത് നമുക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ അതിന് പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ കോണ്ടന്റിലെ മാറ്റം സാധ്യത കുറവാണ്. ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിരാശയുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവിടം വരെ എത്താൻ സാധിച്ചത് തന്നെ ഭയങ്കര നല്ല സന്തോഷകരമായ കാര്യമാണ്. അങ്ങനൊന്നും ഇല്ല. ഇത് സിനിമ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. ഈ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരുപോലെ എൻ്റെ പുറകെ നിന്ന ഒരു ആൾക്കാരാണ് ഈ പ്രൊഡക്ഷനിൽ ഇത്രയും പേര്. പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തെ ഇതുവരെയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ജെ ഫനീന്ദ്രകുമാർ, ഹീസ് ഫ്രം ചെന്നൈ കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഇത്രയും പേര്, സുജിത്തേട്ടൻ, മോനേട്ടൻ, കിരൺ, എല്ലാവരും ഉണ്ട്. സേവ് ചേട്ടാ കംപ്ലീറ്റ് ഇത്രയും പേര് നിന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മൾ ഈ നാളെയോ മറ്റന്നാളോ ഇത് സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ച് വിതിൻ 3 വർക്കിംഗ് ഡേയ്സിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ന് ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എന്നേക്കാൾ പറയാൻ സാധ്യതയുള്ളത് ഡിസ്ട്രിബ്യൂട്ടർക്കാണ്. 18th ആണ് അദ്ദേഹം റിലീസ് പ്ലാൻ ചെയ്യുന്നത്, ശ്രമിക്കുന്നത് 18th തന്നെയാണ്. സർട്ടിഫിക്കറ്റ് കൈ കിട്ടാൻ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞ പോലൊന്നും അല്ല CBFCയുടെ സൈഡിൽ നിന്ന് ഉണ്ടായത്. No, it's not about the court decision. We collectively decided for the release of the film. We are concerned about the release of the film. So we have to, we have accepted whatever the court has suggested to us. So we'll, I think, the decision of the court. No, it's not the happiness. It's at least we are moving forward. So that's what matters now. What is the decision of substitution or muting? We have agreed to it, so it has to be. Muting or substitution? What is that? So, sorry, I didn't get you. You are going to mute or? No, we are going to mute. ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് രാവിലെയാണ് ഈ ഒരു പ്രൊപ്പോസൽ നമുക്ക് തന്നത്. സെൻസർ ബോർഡിൻ്റെ പ്രൊപ്പോസൽ പ്രകാരം ജാനകി എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ കൂടെ ജാനകിയുടെ മുഴുവൻ പേരായിട്ടുള്ള ജാനകി വിദ്യാധരനോ അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യലോ ജാനകി വിയോ അവിടെ വരുത്തണം. അതേപോലെ തന്നെ ജാനകി എന്ന് പറയുന്ന കോടതി രംഗത്തുള്ള ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യുകയോ മാറ്റുകയോ ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഞാനത് സിനിമയുടെ പ്രവർത്തകരുമായിട്ട്, പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ഇവിടെയുണ്ട്, അവരായിട്ടത് ചർച്ച ചെയ്തു. അവർക്ക് അതിനകത്ത് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് ചോദിച്ചറിഞ്ഞു. അപ്പോൾ മെയിൻ ബുദ്ധിമുട്ട് വന്നത് ടൈറ്റിൽ മാറ്റുക എന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ ജാനകി എന്ന് പറയുന്ന ടൈറ്റിലാണ് ഈ സിനിമയുടെ എല്ലാ രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസും നടത്തിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഈ സമയത്ത് അത് മാറ്റുക എന്ന് പറയുന്നത് അത് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്തു. അത് 1:45 കോടതിയിൽ കേസ് വന്നപ്പോൾ ആ ടൈറ്റിൽ മാറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കോടതിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ CBFCയുടെ അഭിഭാഷകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിലിൽ ഒരു ചെറിയ ഒരു ഇനിഷ്യൽ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏകദേശം 96 കട്ടുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ട് 2 ചേഞ്ചുകൾ മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ഞങ്ങൾ ഒന്നും കൂടി ഇരുന്നപ്പോൾ അവർക്ക് അത് മാറ്റുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും മാറ്റാൻ സമ്മതിക്കണം. കാരണം ഞങ്ങൾ സിനിമ ഇവരെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇത് കമേഴ്ഷ്യലായിട്ട് ചിന്തിക്കേണ്ട ആൾക്കാരും കൂടിയാണ്. കാരണം ഈ സിനിമ ഇപ്പോൾ റിലീസ് വൈകുന്നോറും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭീമമായിട്ടുള്ള നഷ്ടങ്ങളാണ്. ഇപ്പോൾ OTTയിലും ഇവർ ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. ആ OTT കരാറും ഏകദേശം ഒരു ലംഘിക്കുന്ന ഒരു അതിർവരമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ OTT കരാറും പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ അവരൊരു കമേഴ്ഷ്യൽ കോൾ എടുത്തതാണ്. അതായത് ഇതിൻ്റെ അതിൻ്റെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമും ഡയറക്ടറും എല്ലാം കൂടി ഒരു കമേഴ്ഷ്യൽ കോൾ എടുത്തതാണ്. നമ്മളിപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 100% വിജയിക്കുന്നൊരു കേസാണെന്ന് തന്നെ അറിയാം. പക്ഷേ നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാലും അപ്പീൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഇരു കക്ഷികൾക്കുമുണ്ട്. അപ്പോൾ സിനിമയുടെ റിലീസായിരിക്കും വൈകുന്നത്. അപ്പോൾ ഒരു കമേഴ്ഷ്യലായിട്ടൊരു കോൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു രീതിയിലുള്ള തീരുമാനമെടുത്തിട്ട് അതായത് അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കോടതിയെയും അതേപോലെ തന്നെ CBFC എത്തിക്കാൻ പറ്റിയത്. എന്നത്തേക്ക് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ സിനിമ? ഞങ്ങൾ എത്രയും പെട്ടെന്ന്, അതായത് 24 മണിക്കൂറിനകം തന്നെ ഈ സിനിമ രണ്ടാമത് CBFCക്ക് സബ്മിറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ശ്രമം. അതിന് പറ്റുമെന്നുള്ളതാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും എൻ്റെ അടുത്ത് പറയുന്നത്. നമ്മൾ കൊടുത്തതിന് ശേഷം 3 ദിവസത്തിനകം തന്നെ സർട്ടിഫിക്കറ്റ് തരണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അപ്പോൾ നാളെ, അതായത് 24 മണിക്കൂറിനകം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. കോടതി കേസ് ബുധനാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് നമുക്ക് ചൊവ്വാഴ്ച കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടീം പറയുന്നതനുസരിച്ചിട്ട് ഒരു പക്ഷേ വെള്ളിയാഴ്ചക്കൊക്കെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെ, OTTയുടെ പ്രശ്നം. കാരണം വെച്ചാൽ OTTയുടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഓണം സംബന്ധിച്ചുള്ള ഒരുപാട് റിലീസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഓണം റിലീസുകളും ഇതും തമ്മിൽ ക്ലാഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കരാറിലെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ റിലീസായി കഴിഞ്ഞാൽ നമുക്ക് OTTയുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പുതിയ പേര് വരാൻ പോകുന്നത്. 2 സ്ഥലങ്ങളല്ലേ? 2 സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് 3 സെക്കൻഡുള്ള ഒരു സീനിൽ ഒരു ജാനകി എന്ന് പറയുന്നതും പിന്നെ ഒരു 1.5 മിനിറ്റുള്ള സീനിൽ ജാനകി എന്ന് വരുന്നതുമാണ് മ്യൂട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മാറ്റേണ്ടത്. ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഇനി പുതിയ പേര് വരാം. മറ്റു മാറ്റങ്ങളൊന്നുമില്ല. 96 കട്ടുകളാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതെല്ലാം മാറി ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ്. അതെ, അതെല്ലാം വന്നിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ് അന്തിമമായിട്ട്. സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ, ഇപ്പോൾ അവർ കൊടുത്ത അഫിഡവിറ്റിൽ ഒരു പരിഹാസ്യമായിട്ടുള്ള വാദങ്ങളല്ല അവർ മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും പരിഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ്. പക്ഷേ നമ്മളിപ്പോൾ മെറിറ്റിലേക്ക് കടക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. കോടതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ മെറിറ്റിലേക്ക് കടക്കാത്തത് കാരണം പിന്നെ അതിനകത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലാത്ത കാരണം അതൊന്നും നമ്മൾ ബാധിച്ചില്ലെന്ന് മാത്രം. അതെ, ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാർഗ്ഗങ്ങളും ഇരു കക്ഷികളും എടുക്കും. കാരണം വെച്ചാൽ ഇത് എങ്ങനെയും ഇത് റിലീസാക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഈ പറയുന്ന 96 കട്ടുകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ചിലപ്പോൾ CBFCക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതാണ് CBFCയുടെ വക്കീലെന്ന് കോടതിയിൽ പറഞ്ഞത്. ഇല്ല, ഒന്നും ഉണ്ടാവില്ല.